ഹലോ മൈ ഡിയേഴ്സ്, 3-ാം ക്ലാസ്സിൽ നാസ് എക്സാം നടത്തുന്നുണ്ട്. നവംബറിലാണ് എക്സാം ഉണ്ടാവുക. നാഷണൽ അച്ചീവ്മെൻറ്റ് ടെസ്റ്റാണ്. അപ്പോൾ മലയാളത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ നമുക്കിപ്പോൾ പരിചയപ്പെടാം. ഒരു പാരഗ്രാഫ് തന്നിട്ട് അത് നല്ല വൃത്തിയിൽ വായിച്ച് മനസ്സിലാക്കി അതിന് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് കൂടുതലും ഉണ്ടാവാറ്. അപ്പോൾ ഒരു പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ മലയാളം നന്നായിട്ട് എഴുതാനും വായിക്കാനും പഠിക്കണം. അത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ പ്രാക്ടീസ് ചെയ്യാം. താഴെ കൊടുത്തിരിക്കുന്ന കഥ വായിക്കുക. ആരും എന്നോടൊപ്പം കളിക്കുന്നില്ല. സ്കൂൾ വിടാൻ അപ്പോഴും കുറച്ച് സമയം ബാക്കിയുണ്ടായിരുന്നു. എല്ലാ കുട്ടികളും കളിക്കുകയായിരുന്നു. രാജുവും അവരോടൊപ്പം കളിക്കാൻ ചെന്നു. പക്ഷേ ആരും അവനോടൊപ്പം കളിച്ചില്ല. അവന് സങ്കടമായി. കുറച്ച് സമയത്തിനകം ബെല്ലടിച്ചു. എല്ലാ കുട്ടികളും വീടുകളിലേക്ക് മടങ്ങി. രാജുവും വീട്ടിലെത്തി. അവനൊന്നിലും ഒരു താല്പര്യവും തോന്നിയില്ല. സങ്കടപ്പെട്ടിരിക്കുന്ന രാജുവിനെ കണ്ട് അമ്മ ചോദിച്ചു, നീ എന്താ വിഷമിച്ചിരിക്കുന്നത്? അവൻ പറഞ്ഞു, ആരും എന്നോടൊപ്പം കളിക്കുന്നില്ലമ്മേ. വിഷമിക്കേണ്ട, നീ ആവശ്യപ്പെടാതിരുന്നിട്ടാവും അവർ നിന്നെ കൂട്ടാത്തത്. നാളെ നിന്നെയും കൂടെ കൂട്ടാൻ പറയൂ, അമ്മ പറഞ്ഞു. പിറ്റേന്ന് രാജു സ്കൂളിൽ ചെന്ന് കൂട്ടുകാരോട് ചോദിച്ചു, എന്നെ കൂടി നിങ്ങളോടൊപ്പം കളിക്കാൻ കൂട്ടാമോ? കൂട്ടുകാർ അവനെ കൈപിടിച്ച് മൈതാനത്തേക്ക് കൊണ്ടുപോയി. അവനും അവരോടൊപ്പം കളിക്കാൻ തുടങ്ങി. അന്ന് അവൻ വളരെ സന്തോഷവാനായിരുന്നു. ശരി ഉത്തരത്തിന് നേരെയുള്ള അക്ഷരത്തിനു ചുറ്റും വട്ടം വരയ്ക്കുക. 1. ആരുമായാണ് കുട്ടികൾ കളിക്കാതിരുന്നത്? എ പാവ, ബി രാജു, സി അമ്മ, ഡി ചിന്നു. ഏതാ ഉത്തരം? ബി രാജു. ചോദ്യം 2. എപ്പോഴാണ് കുട്ടികൾ വീട്ടിൽ പോയത്? എ അവരുടെ അമ്മ വിളിച്ചപ്പോൾ, ബി സ്കൂൾ ബെല്ലടിച്ചതിന് ശേഷം, സി അവരുടെ കളി കഴിഞ്ഞ ശേഷം, ഡി കൂട്ടുകാർ അവരോട് വരാൻ പറഞ്ഞപ്പോൾ. ഉത്തരം ബി സ്കൂളിൽ ബെല്ലടിച്ചതിന് ശേഷം. ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് വിട്ട ഭാഗം പൂരിപ്പിക്കുക. പ്രശ്നം കേട്ടതിനു ശേഷം അമ്മ രാജുവിനെ എ ശിക്ഷിച്ചു, ബി ഉപദേശിച്ചു, സി സ്നേഹിച്ചു, ഡി പ്രശംസിച്ചു. ഉപദേശിച്ചു. ചോദ്യം 4. എന്തിനു വേണ്ടിയാണ് കൂട്ടുകാർ രാജുവിനെ കൈപിടിച്ച് കൂടെ കൊണ്ടുപോയത്? എ അവൻ്റെ ഒപ്പം കളിക്കാൻ, ബി സ്കൂളിൽ നിന്ന് പറഞ്ഞയക്കാൻ, സി പഠിപ്പിക്കാൻ, ഡി ടീച്ചറുടെ അടുത്ത് കൊണ്ടുപോകാൻ. ഉത്തരം അവൻ്റെ ഒപ്പം കളിക്കാൻ. ചോദ്യം 5. അവൻ അന്ന് വളരെ സന്തോഷവാനായിരുന്നു. അടിവരയിട്ട വാക്കിൻ്റെ വിപരീത പദം എഴുതുക. ഏതിൻ്റെ സന്തോഷവാൻ എന്ന അതിൻ്റെ സന്തോഷവാനായിരുന്നു എന്നതിൻ്റെ വിപരീത പദം. ഓപ്ഷൻസ്: എ വിരസതയുള്ളവനായിരുന്നു, ബി ഉല്ലാസവാനായിരുന്നു, സി രോഷാകുലനായിരുന്നു, ഡി ദുഃഖിതനായിരുന്നു. ഏതാ ഉത്തരം? വിരസത എന്ന് പറഞ്ഞാൽ ഒരു രസമില്ലാതെ ഇങ്ങനെ മടുപ്പ് പിടിച്ചിരിക്കുക അല്ലേ. ബി ഉല്ലാസവാനായിരുന്നു പറഞ്ഞാൽ സന്തോഷവാനായിരുന്നു. രോഷാകുലൻ എന്ന് പറഞ്ഞാൽ കോപം ഉണ്ടാകുക, ദേഷ്യപ്പെട്ട് നിൽക്കുക. ഡി ദുഃഖിതനായിരുന്നു. അപ്പം അത് അല്ല, ബി ഉല്ലാസവാനായിരുന്നു. ഓക്കെ. അടുത്ത ചോദ്യം ഭാഗം 2. ചുവടെ കൊടുത്തിരിക്കുന്ന കഥ വായിക്കുക. ദാഹിച്ചു വലഞ്ഞ കുരുവി. ഒരിക്കൽ ദാഹിച്ചു വലഞ്ഞ ഒരു കുരുവി മതിലിനരികിലായി ഒരു ടാപ്പ് കണ്ടു. അവൾ ആ ടാപ്പിനടുത്തേക്ക് ചെന്നു. പക്ഷേ അതിൽ വെള്ളമുണ്ടായിരുന്നില്ല. കുരുവി ദാഹജലത്തിനായി തിരഞ്ഞു. ഒരു തുള്ളി വെള്ളം പോലും കണ്ടെത്താനായില്ല. അവൾ ക്ഷീണിതയായി ഒരു മരക്കൊമ്പിൽ തളർന്നിരുന്നു.
പെട്ടെന്ന് കുട നിറയെ വെള്ളവുമായി പോകുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. മരച്ചുവട്ടിൽ വെച്ചിരിക്കുന്ന ഒഴിഞ്ഞ പാത്രത്തിലേക്ക് അവൾ വെള്ളം ഒഴിച്ചു. ഉടൻ തന്നെ കുരുവി താഴേക്ക് പറന്നു ചെന്ന് വെള്ളം കുടിച്ചു. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരത്തിനു നേരെയുള്ള അക്ഷരത്തിനു ചുറ്റും വട്ടം വരക്കുക. ചോദ്യം 6. ആരെക്കുറിച്ചാണ് ഈ കഥ? എ. ഒരു പെൺകുട്ടി, ബി. ഒരു കാക്ക, സി. ഒരു കുരുവി, ഡി. ഒരു അണ്ണാൻ. അല്ല, കുരുവി, ഒരു കുരുവി. ഓക്കെ. ചോദ്യം 7. ദാഹജലം തിരഞ്ഞ് തളർന്ന കുരുവി എവിടെയാണ് ഇരുന്നത്? എ. ഒരു കപ്പിന് മുകളിൽ, ബി. ഒരു മതിലിൽ, സി. ഒരു ടാപ്പിന് മുകളിൽ, ഒരു വൃക്ഷക്കൊമ്പിൽ. എവിടെ ഇരുന്നത്? ഇവിടെ തന്നിട്ടുണ്ടല്ലേ. അവൾ ക്ഷീണിതയായി ഒരു മരക്കൊമ്പിൽ തളർന്നിരുന്നു. അപ്പോൾ ഏതാണ്? മരക്കൊമ്പിൽ നിന്ന് ഇവിടെ ഇല്ല, പക്ഷേ മരത്തിൻ്റെ പര്യായ പദമാണ് വൃക്ഷം അല്ലേ? അപ്പോൾ ഒരു വൃക്ഷക്കൊമ്പിൽ. അപ്പോൾ നിങ്ങൾ മരത്തിൻ്റെ പര്യായ പദങ്ങളും അറിയണം. തരു, ശാഖി, വൃക്ഷം എന്നൊക്കെ പറഞ്ഞാൽ മരമാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു വൃക്ഷം. ഓക്കെ, നെക്സ്റ്റ്. ചോദ്യം 8. കുരുവി എന്താണ് തിരഞ്ഞുകൊണ്ടിരുന്നത്? എ. ഭക്ഷണം, ബി. വെള്ളം, സി. പെൺകുട്ടിയെ, ഡി. കപ്പ്. നമുക്കറിയാം അല്ലേ, ദാഹിച്ചു വലഞ്ഞ കുരുവി വെള്ളത്തിന് വേണ്ടിയിട്ടാണ് കുരുവി തിരഞ്ഞത്. അപ്പോൾ ഉത്തരം ബി, വെള്ളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യം 9. മതിലിനു സമീപം കുരുവി ഒരു ഡാഷ് കണ്ടു. എ. വൃക്ഷം, ബി. ടാപ്പ്, സി. കുടം, ഡി. പാത്രം. എന്താ കണ്ടത്? മതിലിനരികിലായി ഒരു ടാപ്പ് കണ്ടു. അപ്പോൾ പാരഗ്രാഫ് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ചോദ്യത്തിനും ഉത്തരവും കിട്ടും. ഉത്തരം ബി, ടാപ്പ്. ടാപ്പ്. ഓക്കെ. എവിടെ വച്ചിരിക്കുന്ന പാത്രത്തിലാണ് പെൺകുട്ടി വെള്ളമൊഴിച്ചത്? എ. വൃക്ഷത്തിനു താഴെ, ബി. ചെടിക്ക് സമീപം, സി. ടാപ്പിനടുത്ത്, ഡി. മേൽക്കൂരയ്ക്ക് താഴെ. നോക്കാം, എവിടെയാ? മരച്ചുവട്ടിൽ വെച്ചിരിക്കുന്ന ഒഴിഞ്ഞ പാത്രത്തിലേക്ക്. അപ്പോൾ മരത്തിന് പകരം എപ്പോഴും ഇവിടെ വൃക്ഷം എന്നാണ് കൊടുത്തിട്ടില്ല ഓപ്ഷനിൽ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. മരന്ന് കാണാത്തതുകൊണ്ട് വേറെ ഏതിനൊന്നും കൊണ്ടുപോയിട്ട് എഴുതാൻ പാടില്ല. മരത്തിൻ്റെ പര്യായ പദമുണ്ട് വൃക്ഷത്തിന് താഴെ. ഓക്കെ. Okay dears, see you soon in the next video. Bye bye and take care.